അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും ومن يطع الله ورسوله فقد فاز فوزا عظيما. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഒരു മാസക്കാലത്തെ കഠിനമായ വ്രതാനുഷ്ഠാനത്തിന് ശേഷം സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും ഈദുൽ ഫിത്തർ ആഘോഷിക്കാൻ നമുക്ക് സാധിക്കുകയാണ്. എല്ലാവർക്കും ഈദ് ആശംസകൾ നേരുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നിത്യസന്തോഷത്തിൻ്റെ ഗേഹമായ സ്വർഗത്തിലേക്ക് റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിപ്പിക്കപ്പെടുന്ന വിശ്വാസിനികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിസ്വാഇമി ഫർഹത്താനി, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, ഒരു സന്തോഷം നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ. വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, രണ്ടാമത്തെ സന്തോഷം റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ വർഷം 29 സന്തോഷങ്ങൾ ഇന്നലെ മഗ്‌രിബോടുകൂടി നമുക്ക് ലഭിച്ചു. നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തേട്ടി പുറത്തേക്ക് വരേണ്ട ഒരു ദുആ, രണ്ടാമത്തെ സന്തോഷം നമുക്ക് കിട്ടുമോ? വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, രണ്ടാമത്തെ സന്തോഷം റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. ആ സന്തോഷം റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അതിനെന്ത് വേണം? ഒരു മാസക്കാലം നോമ്പ് നോറ്റപ്പോൾ ഒരു ദിവസത്തെ പെരുന്നാൾ. ഇന്ന് നോമ്പ് നോൽക്കാൻ പാടില്ലാത്ത ദിവസമാണ്, ഇന്ന് ആഘോഷിക്കേണ്ട ദിവസമാണ്. ജീവിതം മൊത്തം നോമ്പ് പോലെയാക്കിയാൽ ജീവിതം മൊത്തം നോമ്പ് നോൽക്കൽ ഹറാമാണ്. എന്നാൽ ഇന്ന് രാവിലെ ഭക്ഷണം കഴിക്കൽ സുന്നത്താണ്. ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? കാരണം ഇന്നലെ വരെ നമ്മൾ പച്ചവെള്ളം കുടിക്കാതെ പരിശീലിച്ചവരാണ്. ഇപ്പോൾ ഞാൻ കുടിക്കുന്നത് ഹലാലാണോ ഹറാമാണോ എന്നൊരു പേടി നമുക്കുണ്ടായില്ലേ? ആ പേടി ജീവിതത്തിലുടനീളം മരണം വരെ തുടർന്നാൽ, അഥവാ മരണം വരെ നോമ്പുകാരനെ പോലെ ആ നിലപാടുമായി നമ്മൾ മുന്നോട്ട് പോയാൽ, ഹലാൽ ഹറാമുകൾ ശ്രദ്ധിച്ചുകൊണ്ട്, ഇബാദത്തുകൾ ശ്രദ്ധിച്ചുകൊണ്ട്, ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് മരണം വരെ നമുക്ക് പോയാൽ നിത്യപ്പെരുന്നാൾ, മരണത്തോടുകൂടി ആരംഭിക്കുന്ന ജീവിതം റഹ്മത്തിൻ്റെ മലക്കുകളാൽ നമ്മളെ സ്വീകരിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു യഥാർത്ഥ ജീവിതത്തിലേക്കെത്താൻ ഇപ്പോൾ തന്നെ നമുക്ക് ആഗ്രഹമുണ്ടാകണം. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല, അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ അദ്വമുഹ, അത് സ്ഥിരമാക്കുന്നതാണ്. വ ഇൻ ഖല്ല, കുറച്ചാണെങ്കിലും. അപ്പോൾ ഒരു സീസൺ വന്നു. ആ സീസണിൽ എല്ലാ ദിവസവും രാത്രി നമസ്കാരം നമ്മൾ നമസ്കരിക്കുന്നു. ഇശാക്ക് ശേഷം പെട്ടെന്ന് മാസപ്പിറവി കണ്ടു, അതോടുകൂടി നിർത്തി. ഇന്നലത്തതോടു രാത്രി നമസ്കാരം നിർത്തി അല്ല, ഇന്നലെ പെരുന്നാളായതിനു ശേഷം ഇന്ന് സുബഹിക്ക് മുമ്പുണ്ടായിരുന്നു ആ നമസ്കാരം, ഇന്ന് രാത്രിയുമുണ്ടാ നമസ്കാരം. ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് നിർബന്ധവുമായിരുന്നു. അതുകൊണ്ട് ജമാഅത്ത് നമസ്കാരങ്ങൾ നഷ്ടപ്പെട്ടായാൽ നമുക്കുണ്ടാകുന്ന വിഷമം, സുന്നത്തുകൾ ശ്രദ്ധിക്കാനുള്ള നമ്മുടെ ആഗ്രഹം, പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള നമ്മുടെ ശ്രദ്ധ, നാവിനെ നിയന്ത്രിക്കാനുള്ള നമ്മുടെ കാര്യം, നോമ്പ് കഴിയട്ടെ കാണിച്ചു തരാമെന്നല്ല, നോമ്പ് കഴിഞ്ഞാലുമില്ല. ഈ ഗ്രൂപ്പിൽ പറയാൻ പറ്റാത്തത് ഞാൻ പറയില്ല, ചെയ്യാൻ പറ്റാത്തത് ഞാൻ ചെയ്യില്ല. കാരണം ജീവിതമുടനീളം നോമ്പ് പോലെ ജീവിക്കാനുള്ള പരിശീലനമാണ്
ഞാൻ നേടിയത് എന്ന ഒരു നിർബന്ധ ബുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ചിലരെങ്കിലും പറയും വല്ലാത്ത വിഷമമായി പോയി, നോമ്പ് കഴിഞ്ഞു. നോമ്പ് കഴിഞ്ഞിട്ടില്ല, നാളെ 6 നോമ്പ് തുടങ്ങുകയാണ്. അത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച നോമ്പുണ്ട്, അത് കഴിഞ്ഞാൽ വ്യാഴാഴ്ച നോമ്പുണ്ട്, അത് കഴിഞ്ഞാൽ 13, 14, 15 നോമ്പുണ്ട്. അതുകൊണ്ട് നോമ്പിൻ്റെ ആ ഊർജവും ചൈതന്യവും നിലനിർത്താൻ റബ്ബ് മഹത്തായ അനുഗ്രഹങ്ങളായി സുന്നത്ത് നോമ്പുകൾ നമ്മുടെ മുമ്പിൽ തന്നിട്ടുണ്ട്. നമ്മൾ 4 മണിക്കും 3:30 മണിക്കും അലാറം വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ആ അലാറം നമുക്ക് ഓഫാക്കേണ്ടതില്ല. ആ അലാറം അങ്ങനെ തന്നെ നിൽക്കട്ടെ. നമുക്ക് തഹജ്ജുദ് നമസ്കരിക്കാൻ, നമ്മൾ മരണത്തിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് ദീൻ വർദ്ധിച്ചു കിട്ടണം. എന്നും LKG-യിലായാൽ മതിയോ? ഒരു 4-5 സൂറത്ത് മദ്രസയെന്ന് കാണാതെ പഠിച്ചിട്ടുണ്ട്. കൈകെട്ടിയാൽ ഉടൻ വരും ആ 4-5 സൂറത്തുകൾ. വലിയ പ്രസക്തമായ സൂറത്തുകൾ തന്നെ. നമുക്ക് പുതിയ സൂറത്തുകൾ പഠിക്കണ്ടേ? ദിക്റുകളും ദുആകളും ജീവിതത്തിൽ വർദ്ധിപ്പിക്കണ്ടേ? അതുകൊണ്ട് ആ അലാറം അവിടെ തന്നെ നിൽക്കട്ടെ. നമുക്ക് ജീവിതത്തിൻ്റെ ഭാഗമായി ധാരാളമായി അമലുകൾ ചെയ്യുന്നതിന് വേണ്ടി, അതേപോലെ തന്നെ സുന്നത്ത് നമസ്കരിക്കുന്നതിന് വേണ്ടി സുബഹിക്ക് മുമ്പേ ജീവിതം ആരംഭിക്കുക, തീരുമാനിക്കുക. ഓരോ സത്യവിശ്വാസിയും സുബഹിക്ക് മുമ്പേ അള്ളാഹുവിലേക്ക് കൈനീട്ടിയാൽ ഉത്തരം കിട്ടുന്ന സമയമാണ് സുബഹിക്ക് മുമ്പുള്ള സമയം. ആ സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതേ വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിൻ്റെ പേരിൽ അവനെ പ്രകീർത്തിക്കുവാൻ വേണ്ടി, അവനെ മഹത്വപ്പെടുത്താൻ വേണ്ടി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, പെരുന്നാൾ നമസ്കാരത്തിന് ഈ ഗ്രൗണ്ടിൽ നമ്മൾ ഒത്തുചേർന്നപ്പോൾ നമ്മൾ ഓർക്കാതെ പോകാൻ പാടില്ലാത്തവരാണ് പ്രിയപ്പെട്ട പലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾ. അവർക്ക് പെരുന്നാൾ എവിടെ? അവർ ഇന്നലെ തിരിച്ചു വന്നപ്പോൾ അവരുടെ വീട് അവർക്ക് മനസ്സിലാകുന്നില്ല. അവർ കാണുന്നത് അവിടെ തകർന്നു കിടക്കുന്ന കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. അവരും മനുഷ്യരാണ്, അവരും മുസ്ലിങ്ങളാണ്, വിശ്വാസികളാണ്. അതുകൊണ്ട് നമുക്കറിയാം, ഹിറ്റ്ലറെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ചരിത്രത്തിൽ എവിടെയെങ്കിലും ആശുപത്രിയിലേക്ക് മുറിവേറ്റ് കൊണ്ടുവന്ന, മരണത്തോട് മല്ലടിക്കുന്നവരെ ബോംബിടുന്ന ഒരു സ്വഭാവം ഹിറ്റ്ലർക്കുണ്ടായിരുന്നോ എന്നറിയില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ക്രൂരതയുടെ അങ്ങേയറ്റം കാണുമ്പോൾ ആശുപത്രികളിലേക്ക് പോയിക്കൊണ്ട് അവിടെ അനസ്തേഷ്യ, നമുക്കറിയാം, ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ആ വേദന നേരിട്ട് അനുഭവിക്കാതിരിക്കുക, അനസ്തേഷ്യ അത് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ശരീരം കീറുന്ന വേദന ആ പിഞ്ചു പൈതങ്ങളടക്കം നേരിട്ട് അനുഭവിക്കട്ടെ എന്ന് തീരുമാനിക്കുന്ന ക്രൂരത, ആ ക്രൂരത പലസ്തീനിൽ വ്യാപകമായി വരുമ്പോൾ അവരെ ഒരിക്കലും നമുക്ക് മറക്കാൻ പാടില്ല. നമ്മൾ അവരോടൊപ്പം നിൽക്കുകയും അവർക്ക് വേണ്ടി നിരന്തരമായി റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുകയും വേണം. നമ്മുടെ രാജ്യം അടിസ്ഥാനപരമായി ഒരു മാറ്റത്തിലേക്ക് പോകണമോ വേണ്ടയോ? ഇതൊരു മതരാഷ്ട്രമാകണോ അതോ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതരത്വം, മതനിരപേക്ഷത ഉൾക്കൊള്ളുന്ന എല്ലാ മതക്കാർക്കും, രാജ്യത്തിനൊരു മതമില്ല, എല്ലാ മതക്കാർക്കും അവരവരുടെ മതമനുസരിച്ച് ജീവിക്കുവാനും അത് പ്രബോധനം ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യം അത് നിലനിൽക്കണോ എന്നതാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് നമ്മളോട് ചോദിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പോകണം. നമുക്ക് നിശ്ചയിക്കപ്പെട്ട ആ വോട്ടവകാശം ഇന്ത്യയിൽ ഒരു മതേതര സർക്കാർ വരുന്നതിന് വേണ്ടി നാം വിനിയോഗിക്കുകയും റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നിരന്തരമായി നാം പ്രാർത്ഥിക്കുകയും വേണം. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫൽ ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ യഅബുദൂനനി ലാ യുശ്രികൂന ബി ഷൈആ. റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. എന്താണ് വാഗ്ദാനം? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫൽ ലദീന മിൻ ഖബ്ലിഹിം. നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് സ്വാധീനം നൽകിയതുപോലെ, ഖിലാഫത്ത് നൽകിയതുപോലെ നിങ്ങൾക്കും നാം ഭൂമിയിൽ സ്വാധീനം നൽകും. നിങ്ങൾ ഇഷ്ടപ്പെട്ട ദീന് നിലനിൽപ്പ് നൽകും. നിങ്ങൾക്ക് നാം ഭയത്തിന് ശേഷം നിർഭയത്വം നൽകും. എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? യഅബുദൂനനി, നിങ്ങൾ എന്നെ അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആല ആരാധിക്കണം. വലാ യുശ്രികൂന ബി ഷൈഅ, ലാ യുശ്രികൂന ബി ഷൈഅ, എന്നോട് യാതൊന്നിനെയും റബ്ബിനോട് പങ്കു ചേർക്കാൻ പാടില്ല. അപ്പോൾ റബ്ബിൻ്റെ സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ ഏകദൈവ ആരാധനയിൽ
ലാ ഇലാഹ ഇല്ലല്ലയിൽ ഒരു കളങ്കവുമില്ല എന്ന് ഉറപ്പുവരുത്തണം. താണയിലെ മാണിക്യക്കാവ് ക്ഷേത്രത്തിലേക്ക് വെള്ളിയാഴ്ച ദിവസം തട്ടമിട്ട മുസ്ലിം സ്ത്രീകൾ വരുന്നു എന്ന് പത്രം വെണ്ടക്ക നിരത്തുമ്പോൾ വെള്ളിയാഴ്ച ദിവസം അമുസ്ലിം സഹോദരങ്ങൾ പോലും ചോദിക്കുന്നു, ഇവിടെ ഞങ്ങളെ കൊണ്ട് തന്നെ തിരക്കാണ്, ഇനി നിങ്ങളും ഇങ്ങോട്ട് വരികയാണോ? ലാ തഖൂമുസ്സാ, അന്ത്യദിനം സംഭവിക്കുകയില്ല. ഹത്താ തൽഹഖ ഖബായിലും മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ബഹുദൈവാരാധകരോടൊപ്പം ചേരുന്നത് വരെ. അതുകൊണ്ട് പ്രത്യക്ഷമായ വിഗ്രഹാരാധനയിലേക്ക് വരെ അമുസ്ലിം സഹോദരങ്ങൾ പോലും അത്ഭുതം, നിങ്ങൾ ഏകദൈവാരാധനയുടെ ആളുകളല്ലേ എന്ന് അവർ പോലും ചോദിക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ദൗത്യം നമ്മൾ നിർവഹിക്കണം. അൻതുമുൽ അലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളാണ് ഉന്നതന്മാർ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. സഹോദരങ്ങളെ, ഇസ്ലാമിൽ എവിടെയാണ് തവാഫ് ഉള്ളത്? എല്ലാ സത്യവിശ്വാസികൾക്കും ഒരൊറ്റ മറുപടി, മദീനയിൽ തവാഫില്ല, റസൂലുള്ളാഹിയുടെ ഖബറിന് തവാഫില്ല. തവാഫ് ഒരിടത്ത് മാത്രം, കഅബാലയത്തിന് മാത്രമാണ് തവാഫ് ഉള്ളത്. ഫൽയഅബുദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ ബൈത്തിന്റെ രക്ഷകനെ നിങ്ങൾ ആരാധിക്കുവീൻ. എന്നാൽ ആ തവാഫ് തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളിയിൽ ഖബറിന് തവാഫ്, ഖബറിന് തവാഫ്. അല്ലാഹു സമുദായത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മദീനയിൽ പോലുമില്ലാത്ത തവാഫ്. ഖബർ സിയാറത്ത് സുന്നത്താണ്, ഖബറിന്റെ അടുത്ത് പോകണം, ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ. നമുക്ക് മരണത്തെക്കുറിച്ച് പരലോകത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാകാൻ ഖബറിനെന്താണ് പ്രസിഡന്റ്, ഖബറിനെന്തിനാണ് സെക്രട്ടറി, ഖബറിനെന്തിനാണ് ട്രഷറർ, ഖബറിനെന്തിനാണ് കമ്മിറ്റി? ഖബർ വ്യവസായം ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹ് സംഭവിച്ചപ്പോൾ ആരാണോ ഇബ്രാഹിം നബിയുടെ, ഇസ്മായിൽ നബിയുടെ, ലാത്തയുടെ, ഉസ്സയുടെ, മനാത്തയുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചത്, അവരുടെ കൈകൾ കൊണ്ട് തന്നെ ആ വിഗ്രഹം എടുത്ത് പുറത്തേക്കിട്ടു. സന്തോഷമല്ലേ, വല്ലാത്ത സന്തോഷം. ആ സന്തോഷം കണ്ടപ്പോൾ റസൂലുള്ളാഹിക്ക് പൂർണ്ണ സംതൃപ്തിയില്ല. അവിടുന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറഞ്ഞു, അലി അല്ലാ തദഅ തിംസാലൻ ഇല്ലാ തമസ്തഹു, അവർ പുറത്തേക്ക് സ്വയം മാറിക്കൊണ്ട് ഉപേക്ഷിച്ച ആ വിഗ്രഹങ്ങളില്ലേ, അത് നശിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നീ പൂർണ്ണമായും നശിപ്പിച്ചു കളയണം. അടുത്ത വാചകം, വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു, പൊന്തി നിൽക്കുന്ന ഖബറുകൾ നീ സമതരപ്പാക്കണം. വിഗ്രഹത്തോട് ചേർത്താണ് പൊന്തി നിൽക്കുന്ന ഖബർ. ഖബർ പൊളിക്കേണ്ടതില്ല. ഖബറിന്റെ എക്സ്ട്രാ ഫിറ്റിംഗ് പൊളിക്കാൻ ആര് പറഞ്ഞു? സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം, മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഖബറാളികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഖബറാളികളോടായി മാറുമ്പോൾ റബ്ബിന്റെ സഹായമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഈമാനിൽ ഖബറിൽ ഭരിച്ചു കിടക്കുന്ന ആരെയും നമ്മൾ കുറ്റം പറയേണ്ട. പക്ഷേ റബ്ബിനോട് കൈ നീട്ടേണ്ടത്, രണ്ട് കൈകളും നീട്ടി പറയേണ്ടത്, ഭൂമിയിലേക്ക് കൈപിടിച്ചു വെക്കുന്ന ദുരന്തമുണ്ടെങ്കിൽ അത് ലാ ഇലാഹ ഇല്ലല്ലയെ ബാധിക്കുന്ന വിഷയമാണ്. ആ കാര്യത്തിൽ നമ്മുടെ സഹോദരങ്ങളെ നാം എല്ലാ നിലക്കും ബോധവൽക്കരിക്കേണ്ടതുണ്ട്. കാരണം അതിൽ തകരാറ് വന്നാൽ അമലുകൾ റബ്ബിന് മാത്രം കൊടുക്കേണ്ട ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റബ്ബല്ലാത്തവർക്ക് നൽകിയാൽ നിന്റെ അമലുകൾ നിഷ്ഫലമായി പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ നഷ്ടക്കാരുടെ, നരകക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുമെന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്ന അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ആ പറയുന്ന തക്ബീർ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. മതം ഒരു സ്വകാര്യ സ്വത്തല്ല. ചിലരൊക്കെ പറയുന്നു പുതിയ കാലത്ത് അടിവസ്ത്രം പോലെയാണ് കാണേണ്ടത്, അത് നിങ്ങളുടെ സ്വകാര്യതയാണ്, അത് പുറത്ത് കാണേണ്ടതില്ല. എന്നാൽ ഇസ്ലാം അങ്ങനെയല്ല. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, എന്നിൽ നിന്ന്, എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ സംസാരത്തിലൂടെ, എൻ്റെ നടപടിക്രമങ്ങളിലൂടെ എല്ലാവർക്കും ബോധ്യപ്പെടും, പടച്ചവൻ ലോകത്തിൻ്റെ സൃഷ്ടാവ്, അവനല്ലാതെ ആരാധ്യനില്ല. അള്ളാഹു എന്നത് മുസ്ലിങ്ങളുടെ കുലദൈവത്തിൻ്റെ പേരല്ല. ഈ ലോകത്തിൻ്റെ സൃഷ്ടാവിന് അറബിയിൽ പറയുന്ന പേരാണ് അല്ലാഹു. ആ റബ്ബ്, അവനെ മാത്രം ആരാധിക്കുക എന്നത് വർഗീയതയില്ലാത്ത വിശ്വാസമാണ്. മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കാനല്ല, റസൂലുള്ളാഹിയുടെ സൃഷ്ടാവിനെ, ഭൂമിയെ ആരാധിക്കാനല്ല, ഭൂമിയുടെ സൃഷ്ടാവിനെ, ചന്ദ്രനെയല്ല, ചന്ദ്രന്റെ സൃഷ്ടാവിനെ, സൂര്യനെയല്ല, സൂര്യന്റെ സൃഷ്ടാവിനെ. വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാർ വശംസു വൽ ഖമർ ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയ്യാഹു
തഅ്ബുദൂൻ. അതെ, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് രാവും പകലും സൂര്യനും ചന്ദ്രനും. നിങ്ങൾ സൂര്യനെയോ ചന്ദ്രനെയോ ആരാധിക്കരുത്. വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുന്ന, അവയെ സൃഷ്ടിച്ചവരെ നിങ്ങൾ ആരാധിക്കുക. അതുകൊണ്ട് ഇസ്ലാമിന്റെ വിശ്വാസം സ്വകാര്യമായി വെക്കേണ്ടതല്ല. വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ പ്രവാചകനാണ്, എനിക്കുള്ള മാതൃകയാണ്. എൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാകണം, എൻ്റെ ഡ്രസ്സിങ് എങ്ങനെയാകണം, എൻ്റെ സംസാരം എങ്ങനെയാകണം, എൻ്റെ വീട്ടിലെ വിവാഹം എങ്ങനെയാകണം, എൻ്റെ സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെയാകണം, അതിലൊക്കെ എനിക്കൊരു റോൾ മോഡൽ ഉണ്ട്. അതെ, ഉസ്വത്തുൻ ഹസന, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. എന്നാൽ ലിബറലിസം എന്ന പേരിൽ നേരിട്ട് മുസ്ലിം യുവാക്കളിലേക്ക് നിരീശ്വരവാദം കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അവരോട് പറഞ്ഞു, മൈ ബോഡി മൈ ചോയ്സ്, നമ്മുടെ ഇഷ്ടമല്ലേ പ്രധാനം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ തീരുമാനിക്കും എന്ന ലിബറലിസത്തിലൂടെ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ആണും പെണ്ണും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് പറഞ്ഞ ആൺ പെൺ വ്യത്യാസത്തെ ഇല്ലാതാക്കുന്ന തരത്തിൽ കുത്തഴിഞ്ഞ ഒരവസ്ഥ സമൂഹത്തിൽ ഉണ്ടാക്കാൻ. എന്നാൽ ഖുർആൻ പറഞ്ഞു, വലൈസ ദക്കറു കൽ ഉൻസാ, ആണ് പെണ്ണിനെ പോലെയല്ല. ആണിൻ്റെയും പെണ്ണിൻ്റെയും ശരീര വളർച്ച, ഹോർമോൺ വളർച്ച, എല്ലിൻ്റെ വളർച്ച, മാനസിക വളർച്ച എല്ലാം എടുത്തോളൂ. ഇനി മതത്തെ മാറ്റിവെച്ച് പഠിച്ചാലും മനസ്സിലാകും ഒരിക്കലും ആണും പെണ്ണും സമമല്ല എന്ന്. നോക്കൂ സഹോദരങ്ങളെ, അത് എവിടെ വരെ എത്തിയെന്ന് ചോദിച്ചാൽ, വിവാഹ ദിവസം നമസ്കാരം ഉപേക്ഷിക്കുന്നു. ലിബറലിസം എവിടെ എത്തി? എൻ്റെ ഇഷ്ടം ഞാൻ തീരുമാനിക്കും. വിവാഹ ദിവസം ആ വിവാഹിതയാകുന്ന പെൺകുട്ടി മേക്കപ്പ് ഇടുന്നു. മേക്കപ്പ് ഇട്ടാ പിന്നെ ഒതെടുക്കാൻ പറ്റുമോ? ഒതെടുത്തില്ലേ നിസ്കരിക്കാൻ പറ്റുമോ? ദുഹറില്ല, അസറില്ല, ദുഹറില്ല, അസറില്ല. ചില വീടുകളിൽ മൊത്തം മേക്കപ്പ് ഇടുന്നു. ഈ കൃത്രിമ സൗന്ദര്യം നമുക്ക് വേണോ? റബ്ബ് നൽകിയ സൗന്ദര്യമാണോ കൃത്രിമ സൗന്ദര്യമാണോ നമുക്ക് വേണ്ടത്? നമസ്കാരം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയാണോ നമുക്ക് വേണ്ടത്? മഹല്ല് കമ്മിറ്റികൾ ഉയർന്ന് ചിന്തിക്കണം. കാരണവന്മാർ മുന്നോട്ട് വരണം. വിവാഹം സന്തോഷത്തിന്റെ വേളയാണ്, സംതൃപ്തിയുടെ വേളയാണ്. അയ്യയ്യേ എന്ന് പറയുന്ന രൂപത്തിലാവരുത്. നമ്മുടെ കീഴിലുള്ള ഒരു വിവാഹവും നടക്കേണ്ടത് അവിടെയുമുണ്ട് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അവിടെയുമുണ്ട്. അതുകൊണ്ട് സമൂഹത്തിന്റെ ഓരോ രംഗങ്ങളിലുമുള്ള കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം മുസ്ലിങ്ങൾക്കിടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്ന വിഷയങ്ങളിൽ ആരോഗ്യകരമായ സംവാദങ്ങൾ നടക്കട്ടെ. എന്നാൽ യോജിക്കാവുന്ന മേഖലകൾ ധാരാളമുണ്ട്. ആ മേഖലകളിൽ യോജിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങണം. ലഹരി, മുസ്ലിം സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി, ആ ലഹരിക്കിടെ ഈ ഇരിക്കൂറിലെ മുഴുവൻ മുസ്ലിങ്ങളും മുഴുവൻ മഹല്ലുകളും സംഘടനകളും ഒറ്റക്കായിരിക്കണം. വിവാഹ ആഭാസങ്ങൾ നമ്മൾ ഒറ്റക്കായിരിക്കണം. പൊതുവിഷയങ്ങളിലെല്ലാം ഒന്നിച്ചു നിന്ന് മുസ്ലിം ഐക്യം പ്രാവർത്തികമാക്കേണ്ടുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴും നമുക്ക് ഓർമ്മ വരേണ്ട കാര്യമാണ്, നമുക്ക് മുന്നോട്ട് പോകണം. ദീനിയായ ജീവിതവുമായി നമുക്ക് മുന്നോട്ട് പോകണം. അതിന് ദീൻ പഠിക്കണം. ഒരു നോമ്പ് കൂടി കഴിഞ്ഞു, നമ്മൾ ഒരു വർഷവും കൂടി മരണത്തിലേക്ക് അടുത്തു. അടുത്ത നോമ്പിന്, അടുത്ത ഈദ്ഗാഹിൽ ഞാനും നിങ്ങളും ഉണ്ടാകുമോ എന്നറിയില്ല. അതുകൊണ്ട് സഹോദരീ സഹോദരന്മാരെ, നമ്മൾ മരണത്തിലേക്ക് നീങ്ങുമ്പോൾ ദീനിൻ്റെ വർധനവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അവസാനിപ്പിക്കും മുമ്പ് ഒരു സന്തോഷ വാർത്ത, ജീവിതത്തിൻ്റെ ഒന്നിൻ്റെയും പൂർണ്ണത ഇവിടെയില്ല. ലൈംഗിക രംഗത്തെ പൂർണ്ണത ഇവിടെയില്ല. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലെ പൂർണ്ണത ഇവിടെയില്ല. അതേപോലെ തന്നെ കുടുംബ ജീവിതത്തിൻ്റെ പൂർണ്ണത ഇവിടെയില്ല. ഇത് പരീക്ഷണത്തിൻ്റെ ലോകമാണ്. ഇത് പരീക്ഷണത്തിൻ്റെ ലോകമാണ്. ഈ പരീക്ഷണം കഴിഞ്ഞാൽ മരണത്തോടുകൂടി ആരംഭിക്കുന്ന യഥാർത്ഥ ജീവിതം വരും. അവിടെ നമുക്ക് പരിധിയില്ലാത്ത സന്തോഷം കിട്ടണം. വലക്കും ഫീഹാ മാ തസ്തഹീ അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ. അവരുടെ മനസ്സുകൾ ഇച്ഛിക്കുന്നത് അവിടെ ഉണ്ടാകും. അവർ വിളിച്ചാവശ്യപ്പെടുന്നത് അവിടെ ഉണ്ടാകും. നുസുലം മിൻ ഗഫൂരിർ റഹീം. പാപങ്ങൾ പൊറുക്കുന്നവരും കരുണാനിധിയുമായ റബ്ബിൻ്റെ വിരുന്ന്. സഹോദരങ്ങളെ, നമുക്ക് വന്നതിൽ തിന്മകളിൽ നിന്ന് മാറി നിന്ന് നന്മയുടെ മാർഗത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുക. പുരുഷന്മാരെ, നമ്മൾ നല്ലവരാണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയോട്, നമ്മുടെ വീട്ടുകാരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു,
നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരിമാരെ വേദനിപ്പിക്കരുത്. അവരെ അടുക്കള ജോലികളടക്കം സഹായിച്ചു കൊടുക്കണം. ഹബീബായ റസൂലുള്ളയാകുന്ന ഭർത്താവ് വീട്ടിലേക്ക് വന്നാൽ ഭാര്യമാർക്ക് തണുപ്പായിരുന്നു, സന്തോഷമായിരുന്നു. എൻ്റെ എല്ലാ വിഷയങ്ങളിലും റസൂലുള്ള ഇടപെടും, എൻ്റെ ഭർത്താവ് ഇടപെടും. അതുകൊണ്ട് വീട്ടുകാരുടെ ഇടക്ക് ഏറ്റവും നല്ലവനായി മാറാൻ ഈ ഇബാദത്തിലൂടെ ഒക്കെ നമുക്ക് നേടിയെടുക്കാനുള്ളത് അതാണ്. സഹോദരി സഹോദരന്മാരെ, കുടുംബബന്ധം മുറിക്കുന്നവൻ ഖാത്തിയുറഹ്മിൻ, കുടുംബബന്ധം മുറിക്കുന്നവൻ ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ ഇബാദത്തുകളൊക്കെ കഴിഞ്ഞിട്ടും അനിയനുമായി തെറ്റി തന്നെ. അന്നെന്നോ കല്യാണം വിളിക്കാൻ മറന്നുപോയതിൻ്റെ പേരിൽ ആ ഈഗോ അങ്ങനെ തന്നെ. പിന്നെ എന്ത് ഇബാദത്താ നമ്മൾ ചെയ്തത്? അതുകൊണ്ട് തോൽക്കാൻ തയ്യാറാവുക. അതെ, നമ്മൾ ആ വീട്ടിലേക്ക് കയറി ചെന്നാൽ അവർ പറയും, ഉള്ളു പോയി പറയും, കുറെ കാലം പിടിച്ചൊന്നും ഇപ്പൊ അവസാനം തോറ്റില്ല. തോറ്റോട്ടെ സഹോദരങ്ങളെ, ദുനിയാവിൽ തോൽക്കാൻ നമ്മൾ തയ്യാറാണ്, പരലോകത്ത് വിജയിക്കാൻ വേണ്ടി. അതുകൊണ്ട് അറ്റുപോയ ബന്ധങ്ങളൊന്നും അങ്ങനെ തന്നെ നിൽക്കരുത്. ആ ബന്ധങ്ങളെല്ലാം നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കണം. അതേപോലെ മറക്കരുത്, നമ്മളാക്കിയ നമ്മുടെ മാതാപിതാക്കൾ അടക്കം ഖബറിലുണ്ട്. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ നമ്മൾ മറക്കരുത്. രോഗികളായ ആളുകൾക്ക് വേണ്ടി ഈ പെരുന്നാളിന് പോലും ഈദ്ഗാഹിൽ പോലും വരാൻ സാധിക്കാത്ത രോഗികളുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഗൾഫിൽ നാട്ടിലേക്കൊരു ടിക്കറ്റ് കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ ജോലിയെ ബാധിക്കും, അടുത്ത വർഷം കുട്ടിക്ക് ഫീസ് കൊടുക്കണ ബാധിക്കും, അതുകൊണ്ട് പെരുന്നാളിന് നാട്ടിൽ പോകേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന പ്രിയപ്പെട്ട പ്രവാസികൾ, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആരെയും നമ്മൾ മറന്നു പോകരുത്. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിമാരാണ് നിങ്ങൾ. അതുകൊണ്ട് ദീൻ പഠിക്കാനും ദീനിയായി കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാനും ബോധപൂർവമായ പരിശ്രമം ഉണ്ടാകണം. ഭർത്താവിനെ അനുസരിക്കുന്നതിലാണ് ഒരു സ്ത്രീയുടെ നിത്യ സൗന്ദര്യമെന്ന് സഹോദരിമാർ മനസ്സിലാക്കണം. അങ്ങനെ കടപ്പാടുകൾ. ഒരൊറ്റ ചോദ്യം, ഹജ്ജ് ബാധ്യതയായി കിടക്കുന്നവർ, ഈ ഈദ്ഗാഹിൽ പങ്കെടുക്കുന്നവരിൽ എത്ര പേർക്ക് ഹജ്ജ് ചെയ്യാൻ സമ്പത്തുണ്ടായിട്ടും ആരോഗ്യമുണ്ടായിട്ടും ഹജ്ജിന് തയ്യാറായിട്ടില്ലെങ്കിൽ, സഹോദരി സഹോദരന്മാരെ, ഇസ്ലാം കാര്യം നാലായി മരിക്കേണ്ടി വരും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. തീരുമാനമെടുക്കുക, അടുത്ത് തന്നെ ഹജ്ജിന് പോകണമെന്ന തീരുമാനം. സകാത്ത് കൃത്യമായി കൊടുക്കുക. കണ്ണടക്കും മുമ്പ് നമ്മുടെ ബാധ്യതകൾ തീർത്ത് റബ്ബിൻ്റെ അടുത്തേക്ക് പോകാൻ നമുക്ക് സാധിക്കണം. അവസാനിപ്പിക്കുന്നു. പെരുന്നാൾ ആഘോഷിക്കാനുള്ളതാണ്. ഇന്ന് നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കുട്ടികൾക്ക് പാട്ടുപാടാം, നമുക്ക് ഏതെങ്കിലും വിനോദ സ്ഥലങ്ങളിലെല്ലാം പോകാം. പക്ഷേ ഇന്ന് ളുഹർ നഷ്ടപ്പെടരുത്. ഇന്ന് കാട്ടിക്കൂട്ടലുകളുടെ ദിവസമല്ല, പരിധി കഴിഞ്ഞ ഈ പെരുന്നാൾ ദിവസം നിർത്തിവച്ച ലഹരി വീണ്ടും ഉപയോഗിക്കുന്ന ദിവസമാണോ ഇത്? എങ്കിൽ അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് മഹാൻ എന്ന് വെറുതെ പറഞ്ഞതായിരുന്നു. നിർത്തിവച്ച ലഹരി, ആ മദ്യം ഇനി വേണ്ട. അന്യ പുരുഷനും അന്യ സ്ത്രീയെ ചാറ്റ് ചെയ്ത ആ ചാറ്റിംഗ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതില്ല. കാരണം നമുക്ക് മരിച്ചു പോകണം. അതുകൊണ്ട് നേടിയെടുത്തത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകും എന്ന ഉറച്ച തീരുമാനത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും, എല്ലാ നോമ്പും, ആ നോമ്പിലെ ഖിയാമുകൾ, നോമ്പിലെ ദിക്റുകൾ, ദുആകൾ റബ്ബേ നീ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണമേ. ആ വലിയ മൈതാനിയിൽ പരലോകത്ത് ഒരുമിച്ച് ചേർന്ന് ഒരു വിഭാഗത്തെ നരകത്തിലേക്കും മറുവിഭാഗത്തെ സ്വർഗത്തിലേക്കും പറഞ്ഞയക്കുമ്പോൾ സ്വർഗം ലഭ്യമാകുന്നവരിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. റബ്ബേ, ഞങ്ങൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നുവോ ആ മക്കൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാകണമേ. ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഇണകളും മാതാപിതാക്കളുമാകണമേ. അല്ലാഹുവേ, ഈ രാജ്യത്ത് നിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ, ദീൻ ദഅവത്ത് നടത്താനുള്ള സാഹചര്യം അല്ലാഹുവേ നീ നിലനിർത്തി തരണമേ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ ഞങ്ങളെ ഉറ്റവരുടേവർ, അവരുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണമേ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കണമേ. രോഗികൾക്ക് നീ ശിഫ നൽകണമേ. താങ്ങാനാകാത്ത രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. അല്ലാഹുവേ, ഈ വിപുലമായ ഈദ്ഗാഹ് ഇത് സംഘടിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും അല്ലാഹുവേ നീ ഉന്നതമായ പ്രതിഫലം നൽകണമേ. റബ്ബനാ ലലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. آمين آمين برحمتك يا أرحم الراحمين.